പാക് സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ താൻ നേരിട്ടത് ഭീകരമായ മാനസിക പീഡനമെന്ന് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ. ശാരീരികമായല്ല, പകരം മാനസിക പീഡനം ഏൽപ്പിക്കാനാണ് പാക് സൈനിക ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നും വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരോട് അഭിനന്ദൻ പറഞ്ഞു. അഭിനന്ദനെ ദില്ലിയിലെ സൈനിക ആശുപത്രിയിൽ വിശദ പരിശോധനയ്ക്ക് വിധേയനാക്കി. ഫെബ്രുവരി 26-ന് ഇന്ത്യൻ അതിർത്തി കടന്നെത്തിയ പാക് യുദ്ധവിമാനങ്ങളെ തുരത്തിയോടിക്കുന്നതിനിടെയാണ് പാക് സൈന്യത്തിന്റെ വെടിയേറ്റ് അഭിനന്ദന്റെ MiG-21 വിമാനം പാക് അധീന കാശ്മീരിൽ ചെന്ന് പതിച്ചത്. വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് ഉപയോഗിച്ച് പറന്നിറങ്ങിയ അഭിനന്ദന് വലിയ പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല, പാക് അധീന കാശ്മീരിലെ നാട്ടുകാർ അഭിനന്ദനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അഭിനന്ദന് വിദഗ്ധ പരിശോധന നടത്തിയത്. ഇനി എന്തെല്ലാം ചികിത്സ വേണമെന്നും ഉടൻ തീരുമാനിക്കും. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും എയർ ചീഫ് മാർഷൽ ബിരേന്ദർ സിംഗ് ധനോയും ദില്ലിയിലെ ആർമി RR ആശുപത്രിയിലെത്തി അഭിനന്ദനെ കണ്ടിരുന്നു. പാക് കസ്റ്റഡിയെക്കുറിച്ച് അഭിനന്ദന് പറയാനുള്ളത് ഇതാണ്. വ്യോമസേന ഉദ്യോഗസ്ഥർ നടത്തിയ ഡീബ്രീഫിംഗ് സെഷനുകളിലാണ് പാക് കസ്റ്റഡിയിൽ താൻ നേരിട്ട മാനസിക പീഡനത്തെക്കുറിച്ച് അഭിനന്ദൻ വെളിപ്പെടുത്തിയത്. ശാരീരികമായല്ല, മാനസികമായി പീഡിപ്പിക്കാനാണ് പാക് സൈന്യം ശ്രമിച്ചതെന്ന് അഭിനന്ദൻ വ്യക്തമാക്കി. അഭിനന്ദന്റെ മാനസിക നില കൂടി പരിശോധിക്കാനും ഈ ആക്രമണമുണ്ടാക്കിയ മാനസികാഘാതത്തിൽ നിന്ന് മോചനം നേടാനുമാണ് ഡീബ്രീഫിംഗ് സെഷനുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാകിസ്ഥാൻ പുറത്തുവിട്ട വീഡിയോകളിൽ പാക് സൈന്യം നല്ല രീതിയിൽ പെരുമാറിയെന്നാണ് അഭിനന്ദൻ പറഞ്ഞിരുന്നത്. ഇതെല്ലാം കടുത്ത മാനസിക സമ്മർദ്ദം മൂലമാണെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.